എഫിന് ഒരു സീറ്റ് എന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ ആറ്റുകൾ അതെ ഇപ്പോൾ 2 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 2 ലീഡ് കാണിക്കുന്നു. NDAയും 2 ലീഡ് കാണിക്കുന്നു. LDFിനെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേടുള്ള കാര്യമാണ്. NDAക്കൊപ്പം മത്സരിക്കുക എന്നത് അവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അവരുടെ ഇടത് മനസ്സിന് ചേർന്നതല്ല ഈ ഒരു ചിന്തകൾ പോലും. അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും, ഒരുപക്ഷെ തീർച്ചയായും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും. ഏതായാലും 2 സീറ്റുകളിൽ മാത്രമാണ് LDFിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. BJPക്ക് 2 സീറ്റിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ച മട്ടാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് അത്ര കണ്ടില്ല. ഒരുപക്ഷെ അത് മാറി മറിയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് BJP തങ്ങളുടെ മിന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊടി പാറുകയാണ്. ഇവിടെ താമര വിരിയുമോ? താമര നട്ടു കഴിഞ്ഞു. അവിടെ തൃശ്ശൂരിൽ താമര കിളുത്തു തുടങ്ങിയിരിക്കുന്നു. അതിനി പൂവാകുമോ, മുകുളമാകുമോ, പൂവാകുമോ, വിരിഞ്ഞ് ഉല്ലസിക്കുമോ എന്നാണ് കാണാൻ കഴിയേണ്ടത്. അത് അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. തിരുവനന്തപുരത്തേതും അല്പസമയത്തിനകം തീരുമാനമാകും. എന്തായാലും പാലക്കാടും വയനാടും കണ്ണൂരും കാസർഗോഡുമെല്ലാം, കാസർഗോഡ് തുടക്കത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് നേരിയ ഇടിവുണ്ടാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹം തോൽവി രുചിക്കുമോ മണക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാസർഗോഡും മുന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹം സിറ്റിംഗ് MP ആണ്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് അദ്ദേഹം അവിടെ തന്നെ തമ്പടിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് കാസർഗോഡുകാരനായി മാറിയ ഒരു രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്, കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ചാലക്കുടിയിലേക്ക് വരുമ്പോൾ UDFിൻ്റെ ഒരു വിജയം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആറ്റിങ്ങലിൽ LDF 346 എന്ന കണക്കിലേ എത്തി നിൽക്കുന്നുള്ളൂ. ആറ്റിങ്ങലിൽ ഒരു പാലംവലി ഉണ്ടാകുമോ? കണക്കുകൾ മാറുമോ? LDFിന് അവിടെ താഴേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഈ സമയത്ത്. ആലത്തൂര് രമ്യ ഹരിദാസ് സിറ്റിംഗ് MP ആണ്. രമ്യ ഹരിദാസ് സിറ്റിംഗ് MPയെ മറികടന്നാണ് ഇപ്പോൾ LDF അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ രമ്യ ഹരിദാസ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നു, ഉചിതമായിരുന്നു. പക്ഷേ ശക്തനായ ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസിനെ നേരിടേണ്ടി വന്നത് LDFിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറികടക്കുക രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. 10,087 ഇപ്പോൾ K രാധാകൃഷ്ണന്റെ ആലത്തൂരിൽ അദ്ദേഹത്തിൻ്റെ ലീഡ് എന്ന് പറയാൻ കഴിയുന്നത്. അതാണ് ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന കണക്കുകൾ. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് വളരെ അനുകൂലമാണ് രാജ്യം എന്ന് ചിന്തിക്കുന്നു. മോദി പ്രഭാവമില്ല, മോദി തരംഗമില്ല. എന്നാൽ രാഹുലിൻ്റെ പ്രവാഹമാണോ എന്നൊന്നും പ്രഭാവമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യ മുന്നണി എന്നത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സഖ്യമാണ്. അതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ SP ഒക്കെ അടക്കം, തൃണമൂലൊക്കെ അടക്കം അവർ ശക്തമായ സാന്നിധ്യമുണ്ട്. ഇതിൻ്റെ ഒരു ആറ്റിക്കുറിക്ക് കണക്കാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കെട്ടുറപ്പിനെ നമ്മളിപ്പോൾ വിശ്വസിച്ചേ കഴിയൂ. നേരത്തെ പല തകർച്ചകളിലൂടെ ഇന്ത്യ മുന്നണി കടന്നുപോയതാണ്. ഇതൊക്കെ ഒരു സഖ്യമാകുമോ, അല്ലെങ്കിൽ കൂടിച്ചേരുമോ, ഈ നേതാക്കൾ ഛിന്ന ഭിന്നമാകുമോ, ഇതൊക്കെ അടിച്ചു വിരിയുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് ഇന്ത്യ മുന്നണി ഒരു ഉയർച്ചയിലേക്ക് വന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 280 ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു. 240 എന്ന കണക്ക് NDA ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുകയാണ്. LDF കേരളത്തിലേക്ക് വന്നാൽ LDF 2, UDF 16 എന്നതിൽ നിൽക്കുന്നു. NDA 2 എന്ന കണക്കും തരികയാണ്. ലിബീഷ്.